ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് സഡാക്ക കൊക്കുകളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിൽ നിന്ന് നമ്മളൊരു പേപ്പർ ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിന് തന്നെ നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ കോണായിട്ട് ഇങ്ങനെ മടക്കണം. രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ കോണ് പോലെ മടക്കണം. അപ്പോൾ നമുക്കൊരു ഇൻഡു പോലെ അവിടെ കിട്ടും. ഇതിന് പിന്നെ നടുവിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് മടക്കണം. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ നടുവിലോട്ട് മടക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പ്ലസും ഇൻറ്റു ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. നമുക്ക് ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിൽ ഇത് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതാണ് ഇതിൻ്റെ ലോക്കായിട്ടുള്ള ഭാഗം. ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തത് അകത്തോട്ടേക്ക് മടക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ ഫോൾഡ് ചെയ്തത് നേരെ അകത്തോട്ടേക്ക് മടക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഡയമണ്ട് ഷേപ്പിൽ ഈ പേപ്പർ കിട്ടും. അത് കഴിയുമ്പോൾ നമ്മൾ മേലോട്ട് വീഡിയോ കാണുന്ന പോലെ ആ ഭാഗം മേലോട്ട് ഇങ്ങനെ ഒരുമിച്ച് മടക്കുക. അപ്പോൾ നമുക്ക് അടിയിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു പോർഷൻ പോലെ കിട്ടും. ഇനി നമ്മൾ അതിനെ വീണ്ടും ഒന്നുകൂടെ ചെറുതാക്കി ഫോൾഡ് ചെയ്യുക. ഒരു സൈഡിൽ നിന്ന് ആദ്യം ഫോൾഡ് ചെയ്ത് പിന്നെ മറ്റേ സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യുക. എന്നിട്ട് രണ്ട് വശത്തിലും ഇതേപോലെ ചെറുതാക്കി ഫോൾഡ് ചെയ്യണം. അതിനെ പിന്നെ നമ്മൾ ഈ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിട്ടുന്ന ഒരു ഭാഗമുണ്ട്. ആ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആക്കി നമ്മൾ അടിയിൽ ഫോൾഡ് ചെയ്തത് ഇങ്ങനെ മേലോട്ട് മടക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അവിടെ വെക്കുക. അതിന് ഇപ്പുറത്ത് ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അടിയത്തെ ഭാഗം ഇങ്ങനെ മേലോട്ടാക്കി അവിടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഷേപ്പിൽ കിട്ടും. അതിൽ നമ്മൾ കൊമ്പ് പോലെ നിൽക്കുന്നത് അത് താഴോട്ട് ഇങ്ങനെ വലിക്കുക. ഇതാണ് നമ്മൾ ഹെഡും ടെയിലും ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം.
അതുകഴിഞ്ഞിട്ട് നമ്മൾ ഹെഡായിട്ട് യൂസ് ചെയ്യുന്ന ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താഴോട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തല പോലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ ആ ഭാഗം ഹെഡുമായി അടിയിട്ട് നമ്മൾ ടെയിലുമായിട്ട് യൂസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ 2 ചിറകുകൾ ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി വയ്ക്കുക. അപ്പോൾ നമുക്കതിങ്ങനെ ഒന്ന് പൊങ്ങി നിന്നോളും. അപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മുടെ അറ്റ്ലീസ്റ്റ് എല്ലാം നമ്മുടെ സഡാക്കോ കൊക്കുകൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു പെന്ന് ഉപയോഗിച്ചാണ് ഇതിൻ്റെ കണ്ണ് വരച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലൊരു പെന്ന് ഉപയോഗിച്ച തലയുടെ ഈ സൈഡ് വശം ഒരു കണ്ണ് ജസ്റ്റ് ഒരു കറുത്ത പെന്ന് വെച്ച് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ടാൽ മതി. ഇതുപോലൊരു കണ്ണ് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സഡാക്കോ കൊക്കുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ പോലെ തോന്നും. പക്ഷേ ഈസി ആയിട്ട് നമ്മൾ 2-3 വട്ടം ഉണ്ടാക്കി നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കിട്ടും.